2 circular loop are coaxial. ലൂപ്പ് എയും ലൂപ്പ് ബിയും സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഓരോ ലൂപ്പുകളുടെയും റേഡിയസും തന്നിട്ടുണ്ട്. ലൂപ്പ് എയുടെ റേഡിയസ് 10 സെന്റിമീറ്റർ ആണ്, കറണ്ട് ഐ ആണ്. ലൂപ്പ് ബിയുടെ റേഡിയസ് 20 സെന്റിമീറ്റർ ആണ്, കറണ്ട് 2i ആണ്. അതായത് ലൂപ്പ് എനേക്കാളും 2 ടൈംസ് ആണ് ലൂപ്പ് ബി എന്ന് പറയുന്നത്. അപ്പോൾ എയിലും ബിയിലും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡുകളുടെ റേഷ്യോ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അറ്റ് സെന്റർ മാഗ്നറ്റിക് ഫീൽഡ് ബിയുടെ വാല്യൂ എന്താണ്? μ0I ഡിവൈഡഡ് ബൈ 2r ആണ്. സോ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ചെയ്യാൻ പറ്റും, കാരണം നമുക്ക് കറണ്ടും തന്നിട്ടുണ്ട്, റേഡിയസും തന്നിട്ടുണ്ട്. അപ്പം μ0I ഡിവൈഡഡ് ബൈ 2r. ഇനി മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ബി എന്താണ്? ട്വൈസ് ഓഫ് ദ കറണ്ട് ആണ് എനേക്കാളും. സോ 2I ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2r എന്ന് എഴുതാം. അപ്പോൾ μ0 2I ഡിവൈഡഡ് ബൈ 4r. ഇപ്പൊ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എയും മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ബിയും കിട്ടി. ഇനി നമുക്ക് ബി എ ഡിവൈഡഡ് ബൈ ബി ബി, കാരണം ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിരിക്കുന്ന ബി എ ഈസ് ടു ബി ബി കാണാനാണ്. അതായത് ബി എ ഡിവൈഡഡ് ബൈ ബി ബി ആണ് നമ്മൾ കാണേണ്ടത്. സോ μ0I ഡിവൈഡഡ് ബൈ 2r ഇൻറ്റു 4r ഡിവൈഡഡ് ബൈ μ0 2i. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. μ0യും μ0യും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നു. ഐയും ഐയും ക്യാൻസൽ ആവും, ആറും ക്യാൻസൽ ആവും, 4ഉം 2ഉം ക്യാൻസൽ ചെയ്ത് നമുക്ക് ഇവിടെ 2ഉം വരും. 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് 1/1 ആണ് കിട്ടുക. അതായത് 1:1 ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ബിയുടെ റേഷ്യോ.